നമസ്കാരം. ശനിയുടെ പുത്രനാണ് മാന്തി അഥവാ ഗുളികൻ. ജാതകത്തിലും പ്രശ്നത്തിലും മുഹൂർത്തത്തിലും ഗുളികന് പ്രാധാന്യം നൽകി വരുന്നതുമാകുന്നു. ഗുളികൻ അറിയാതെ ഒരു ജനനവും നടക്കാറില്ല. ലഗ്നത്തിന് സംശയം വരുന്ന അവസരങ്ങളിൽ ലഗ്നത്തെ സ്ഥിരപ്പെടുത്തുവാൻ ഗുളികനെ ആശ്രയിക്കാറുമുണ്ട്. ഗുളികൻ നിൽക്കുന്ന രാശി, അതിൻ്റെ 5, 9 രാശികൾ, ഗുളികന്റെ നവാംശ രാശി, ഗുളികന്റെ ദ്വാദശാം ശകരാശി ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ലഗ്നരാശി. ലഗ്നത്തിൽ ഗുളികൻ മാത്രമായി നിൽക്കുന്നത് രാജയോഗമാണ്. 6ലും 11ലും ഒഴിച്ച് മറ്റു ഭാവങ്ങളിലെ ഗുളികസ്ഥിതി അനിഷ്ടഫലങ്ങളാണ് നൽകുക. ഈ ജൂൺ മാസം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഗുളികൻ മൂലം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. ഗുളികന്റെ കടാക്ഷത്താൽ രാജയോഗതുല്യമായ ഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാർ ഇവരാകുന്നു. മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാർക്ക് ഗുളിക കടാക്ഷത്താൽ ഈ മാസം പ്രത്യേകിച്ചും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ, അതായത് ദിശാബോധത്തോടെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സാമൂഹികപരമായ അംഗീകാരങ്ങൾ തേടിയെത്തും. എപ്രകാരം നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കുന്നുവോ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരും. കലാകാരന്മാർക്കും അനുകൂലമായ ചില ഫലങ്ങൾ ഗുളിക കടാക്ഷത്താൽ വന്നു ചേരും. കൂടാതെ സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം ജോലി ലഭിക്കുവാനും ജോലി മാറുവാനും ജോലിയിൽ ഉയർച്ച നേടുവാൻ സഹായകരമായ ചില കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പുതിയ വാഹനങ്ങൾ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. എന്നാൽ അപകട സാധ്യതയെ ഇല്ലാതാക്കുവാൻ ഗുളിക കടാക്ഷത്താൽ സാധിക്കും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഗുളിക കടാക്ഷത്താൽ ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ധനം പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പലവിധ സഹായധനവും ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. എന്നിരുന്നാൽ പോലും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം പരമശിവനെ പ്രാർത്ഥിക്കുക എന്ന കാര്യമാകുന്നു. പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. പരമശിവന് ധാരയും പിൻവിളക്കും കൂവളമാലയും സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യ നക്ഷത്രമാകുന്നു. ആയില്യ നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതായ വിജയങ്ങൾ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളിലും അനുകൂലമായ കാര്യങ്ങൾ വിജയങ്ങൾ കരസ്ഥമാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം സ്വതന്ത്രമായ പദവികൾ ലഭിക്കുവാനും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പല കാര്യങ്ങളും നടക്കുവാനും ഗുളിക കടാക്ഷത്താൽ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സംതൃപ്തി നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ജീവിതവുമായി ബന്ധപ്പെട്ട് സുഖവും അത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ സമയം പല വ്യക്തികളും പിണക്കം ഉപേക്ഷിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിയും നടത്താതെയും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ വിവാഹ കാര്യത്തിൽ ശുഭകരമായ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമയം പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തൊഴിൽപരമായ ചില കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. കടബാധ്യതകൾ ഒരു പരിധിവരെയാണ് എങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരമശിവനെ ആരാധിക്കുക എന്ന കാര്യമാകുന്നു.
പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ പല തടസ്സങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാരയും പിൻവിളക്കം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാരെ കുറിച്ച് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഗുളിക കടാക്ഷത്താൽ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കാവുന്നതായ സമയമാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ചില കാര്യങ്ങൾ ഇരട്ടിയായി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കർമ്മരംഗത്ത് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ നഷ്ടങ്ങളും തൊഴിൽ നഷ്ടങ്ങളും സംഭവിക്കാം. ലോൺ തുടങ്ങിയ കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ വിനിയോഗിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ കൊണ്ടുവരുവാനും അതുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കും. വ്യവഹാരങ്ങൾ അത് നിങ്ങൾക്ക് അനുരഞ്ജനത്തിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് വിദേശവുമായി ബന്ധപ്പെട്ടും സ്വദേശത്തും ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വീട്, വാഹനം, വസ്തു, അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കും. മുൻകൂട്ടി കണ്ട് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തണം. ഗുളിക കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. പരമശിവനെ ആരാധിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാനെ കൂവളമാലയും ധാരയും പിൻവിളക്കം നടത്തി പ്രാർത്ഥിക്കുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാകുന്നു. ഉത്ര നക്ഷത്രക്കാർക്ക് അനുകൂലമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. തർക്കങ്ങളുണ്ട് എങ്കിൽ അത് ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. വിദേശത്തും അതേപോലെ നാട്ടിലും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കോ പഠിക്കുന്നവർക്കോ അഥവാ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കോ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം കൂട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഗുളിക കടാക്ഷത്താൽ വന്നു ചേരുന്ന അപകടങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം ദാമ്പത്യ രംഗത്ത് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. ഈ സമയം തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. തീർത്ഥാടനത്തിനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നതാകുന്നു. ഈ സമയം പല രീതിയിലുള്ള സഹായങ്ങൾ, സഹായധനം ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാണ് എന്ന് പറയാം. ഗുളിക കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാരയും പിൻവിളക്കും കൂവളമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിത്യവും പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കുവാൻ മറക്കാതിരിക്കുക. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാകുന്നു. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഗുളിക കടാക്ഷത്താൽ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം പല രീതിയിലുള്ള വിഘ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്ന് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകത നിങ്ങൾക്ക് വന്നു ചേരും. പ്രധാനമായും നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ഏതൊരു കാര്യത്തിലും അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ സാധിക്കും. സമാധാനപൂർണമായി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മുൻപ് പരാജയപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം സഫലമാകും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് അനുഗ്രഹം നേടിയെടുക്കുവാൻ സാധിക്കും. പഴയ രേഖകൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയോ അല്ലെങ്കിൽ അനുമതി പത്രങ്ങൾ ലഭിക്കുകയോ ചെയ്യാം. ഈ സമയം നിങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് പ്രധാനമായും സമ്മർദ്ദങ്ങൾ ഉയരുന്ന സമയമാണ് എങ്കിലും ഗുളിക കടാക്ഷത്താൽ ഒരുവിധം സമ്മർദ്ദങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ഋണബാധ്യത അഥവാ കടബാധ്യതകൾ പരിഹരിക്കുവാൻ സഹായകരമായ ചില പോംവഴികൾ നിങ്ങൾക്ക് ലഭിക്കും. അഥവാ സമയം അല്പം നീട്ടിക്കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്.
അത്തരത്തിൽ കടബാധ്യതകളിൽ നിന്നും ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കാവുന്നതാണ്. സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം തീർച്ചയായും കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കലാകാരന്മാർക്കും ഈ സമയം അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ചില അവസരങ്ങൾ ലഭിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞു വയ്ക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ചും ഈ സമയം പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ധാരയും പിൻവിളക്കും കൂവളമാലയും സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. കൂടാതെ നിത്യവും പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നതും ഏറ്റവും പ്രയോജനകരമാണ്, അല്ലെങ്കിൽ സർവ്വ ഐശ്വര്യം നൽകും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മൂലം നക്ഷത്രമാകുന്നു. മൂലം നക്ഷത്രക്കാർക്ക് ഗുളിക കടാക്ഷത്താൽ പുഷ്ടിയുണ്ടാകുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം നേതൃത്വ സിദ്ധി നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. മാനസികപരമായ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളുണ്ട് എങ്കിലും അവയൊക്കെ പരിഹരിക്കുവാൻ, അയവുണ്ടാക്കുവാൻ ഗുളിക കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും. ശത്രുക്കളുടെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളെയും ഗുളിക കടാക്ഷം ഉള്ളതിനാൽ തന്നെ ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഉണർവ്, ഉന്മേഷം, ആത്മവിശ്വാസം എന്നിവ ഗുളിക കടാക്ഷത്താൽ വന്ന് ചേരുന്നതായ സമയമാകുന്നു. സാമ്പത്തികപരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഗാർഹിക ക്ലേശങ്ങളാണ് എങ്കിലും, മറ്റ് ചില പ്രശ്നങ്ങളാണ് എങ്കിലും അത് ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്ത് ഒഴിവാക്കുവാൻ സാധിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തണം. അപകടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത ഉണ്ട്. എന്നിരുന്നാൽ പോലും ഗുളിക കടാക്ഷം ഉള്ളതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വ്യക്തികളും പല അവസരങ്ങളിലും നിങ്ങളെ സഹായിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അല്പം മാറുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. സഹായധനം അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുടെ പിന്തുണ ലഭിക്കാനുള്ള ചില സാധ്യതകളും വന്നു ചേരാം. ഈ സമയം മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങളും ഗുളിക കടാക്ഷത്താൽ വന്നു ചേരാം. പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. ഗുളിക കടാക്ഷം ഉള്ളതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാരയും പിൻവിളക്കും കൂവളമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പൂരാട നക്ഷത്രമാകുന്നു. പൂരാട നക്ഷത്രക്കാർക്ക് കൃത്യതയോടെ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാനും പഠിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. ഗുളിക കടാക്ഷത്താൽ ആർജവത്തോടെ പ്രവർത്തിക്കുവാനും ആത്മശക്തി, ആത്മബലം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം താൽക്കാലികമായ തിരിച്ചടികൾ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്യുവാൻ ഗുളിക കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും കൃത്യതയോടെ തന്നെ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ കുടുംബ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുവാനും തർക്കങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനും സാധിക്കും. പല വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധിക്കും. കടബാധ്യതകൾ വീട്ടുവാനുള്ള പോംവഴികൾ കണ്ടെത്തുവാനോ സമയം നീട്ടിക്കിട്ടുവാനോ സാധ്യത കൂടുതലാകുന്നു. മക്കളുടെ വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും അനുകൂലമായി തീരാം. ഈ സമയം പല വ്യക്തികളെയും കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ഈ സമയം വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാകാം. അതിനാൽ സന്തോഷം വന്നു ചേരാം. എന്നാൽ ഈ സമയം പ്രത്യേകിച്ചും വന്നു ചേരേണ്ട അപകടങ്ങളെ ഒരു പരിധിവരെ ഗുളിക കടാക്ഷത്താൽ പ്രതിരോധിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. നിക്ഷേപങ്ങൾക്കും അനുകൂലമായ സമയമാകുന്നു. എന്നാൽ ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു.
പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുന്നതിനോടൊപ്പം ഭഗവാന് ധാരയും പിൻവിളക്കും കൂവളമാലയും സമർപ്പിക്കുവാൻ ശ്രമിക്കുക. ശിവക്ഷേത്രത്തിൽ വച്ച് പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം.